എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിത്യത എല്ലാവരും ലക്ഷ്യം വെക്കേണ്ട വിഷയമാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കണം ഈ ഉടമ്പടിയിലൂടെ. കാര്യം നമ്മുടെ ഹൈൽത്തിയസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിൽപ്പന അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ മക്കൾ ഇല്ലാത്തവർ മക്കൾ ജനിക്കുക, ഇങ്ങനെ ഉള്ള കാര്യങ്ങള് ഇതിന്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് നടക്കുന്ന മഹാകാര്യങ്ങൾ തന്നെയാണ്, ഇതിന് ഡൗട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങള് ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ദൈവം നമ്മൾക്ക് തരാൻ ആഗ്രഹിക്കണത്. അതാണ് വിഷയം. അത് കണ്ടിട്ടില്ലെന്നാ പറയണത്. ഉടമ്പടിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒരെണ്ണത്തിന് കിട്ടാൻ സാധ്യതയില്ല. കാര്യം നിങ്ങൾ ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെന്റ് അല്ലേ, ദൈവമായിട്ടൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബന്ധമല്ലേ. ഈ ബന്ധത്തിലല്ലേ നമ്മൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഉടമ്പടിയേക്കാൾ മഹത്തായ ഒരു ബന്ധം ദൈവമായിട്ട് സാധിക്കത്തില്ല. കാത്തലിക്സ് കുർബാന സ്വീകരിക്കണ പോലും അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരണത്, അതിന്റെ നിയോഗം എന്ന് പറയുന്നത് നിത്യതയാണ്. നിത്യതയെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത കത്തോലിക്കൻ കുർബാന സ്വീകരിച്ച ഒരു കഥയുമില്ല.